ഹായ് ഓൾ, എംഫേവ PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപി നൂർദീൻ. LDC തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് ഈ 3 ജില്ലകളിലെ പരീക്ഷ കഴിഞ്ഞ ശനിയാഴ്ച നടന്നിരുന്നല്ലോ. ശേഷം കട്ട് ഓഫ് വീഡിയോ അല്ലെങ്കിൽ മാർക്ക് സർവേ വീഡിയോ, എത്ര മാർക്ക് വരെ കിട്ടിയാൽ സേഫ് ആവും പത്തനംതിട്ട, കാസർഗോഡ്, തൃശ്ശൂർ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജസും ഇപ്പോഴും വരാറുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ വന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒന്ന് വൈകി. കാരണം നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ LSGI സെക്രട്ടറി പ്രിലിംസിന്റെ 3 സ്റ്റേജ് പരീക്ഷയാണെങ്കിലും LDC ആണെങ്കിലും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള മുഴുവൻ GK കറണ്ട് അഫെയർ ചോദ്യങ്ങളും നമ്മുടെ എംഫേവ ലേണിംഗ് ആപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിനൊരു ഗുട്ടൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് അത് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ചോദ്യങ്ങൾ വന്നാൽ മതിയല്ലോ. വരാതിരുന്നാലല്ലേ നമുക്ക് അടിയും തൊഴിയും കിട്ടേണ്ടി വരത്തുള്ളൂ. ഇനി എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ വേറെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവും. ഓക്കെ, സോ വാട്ട് എവർ. അപ്പോൾ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്ക് സർവേ പുറത്തുവിടാൻ പോവാണ്. ഇതിന് മുന്നോടിയായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കറണ്ട് അഫെയർ ചോദ്യങ്ങളൊക്കെ ഒരു വള്ളി പുള്ളി തെറ്റാതെ ഇപ്പം പരീക്ഷകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചോദിച്ച് കുട്ടികൾ വിളിക്കുന്നുണ്ട്. എവിടേക്കോ നമ്പർ കിട്ടി എന്നെ വിളിക്കുന്നുണ്ട്. എംഫേവർ കേരള PSC എന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക, എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. 1,00,000-ലധികം കുട്ടികളുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. കറണ്ട് അഫെയർ മാത്രമല്ല കേട്ടോ, മിക്ക PDF GK നോട്ടുകളും. ഓക്കെ, സോ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു പരീക്ഷ വലിയ പാടായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാത്ത ചില മേഖലയിൽ നിന്നും 1-2 ചോദ്യങ്ങൾ പാടായി വന്നപ്പോൾ പരീക്ഷ മൊത്തത്തിൽ അങ്ങ് പാടെന്ന് വിചാരിച്ചു അല്ലേ? എന്നാൽ നിനക്ക് തെറ്റി. എന്താ? പിള്ളേർക്കൊക്കെ നല്ല മാർക്കുണ്ട്. 60-ന് മേലെ ഇഷ്ടം പോലെ കുട്ടികൾ തൃശ്ശൂരിലും പത്തനംതിട്ടയിലും ഒക്കെ ഉണ്ട്. കാസർഗോഡും മോശമല്ല സ്ഥിതി. അപ്പോ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നത് 50 റേഞ്ചിലുള്ള കട്ട് ഓഫ് വരണമെന്നായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് മാക്സിമം കുട്ടികൾ ജയിച്ച് കയറട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ. പക്ഷേ സ്ഥിതി മറ്റൊന്നായിരിക്കും. എന്താണെന്നറിയാം, മിക്കവാറും ജില്ലകളിൽ കട്ട് ഓഫ് 60-ന് മേലെ വന്ന് നിൽക്കത്തുള്ളൂ. ടൈറ്റ് കോമ്പറ്റീഷനാ. എന്ത് പറയുന്നേ, ടൈറ്റ് കോമ്പറ്റീഷനാ. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ കൃത്യമായി എഴുതിയിരുന്നുവെങ്കിൽ, കറക്കി കുത്താൻ പോകാതിരുന്നുവെങ്കിൽ നിങ്ങളും 60-ന് മേലെ വന്നിരുന്നേനെ. ശരിയല്ലേ? അല്ലേ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ഇടണം. കറക്കി കുത്തിയോണ്ട് മാത്രം 60-ന് മേലെ വരാൻ പറ്റാതെ പോയ എത്ര പേരുണ്ട്? പിന്നെ എലിമിനേഷനൊക്കെ കുഴപ്പിക്കുന്ന 3-4 ചോദ്യങ്ങൾക്ക് എലിമിനേഷൻ വഴിയൊക്കെ ഉത്തരം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. പരീക്ഷ കഴിഞ്ഞ് ഏതൊരുത്തരും വന്നിരുന്ന് ഇപ്പൊ ഈ രീതിയിൽ എലിമിനേറ്റ് ചെയ്യാം ഏതൊരാൾക്കും. ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തൊക്കെ ഉത്തരം കണ്ടുപിടിക്കാമല്ലോ. പക്ഷെ പരീക്ഷ ഹാളിലിരിക്കുന്ന പിള്ളേരെടുത്ത് എലിമിനേഷൻ വഴി നിങ്ങൾ എടുത്തില്ലല്ലോ, തെറ്റായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമല്ല. കാരണം പരീക്ഷ ഹാളിലിരിക്കുന്ന കുട്ടിക്ക് മാനസികാവസ്ഥ വേറെയാണ്. ആ അവസ്ഥയിൽ വെന്തുരുകിയിരിക്കുന്നവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അളന്നും തിട്ടപ്പെടുത്തി എടുക്കാനുള്ള സൗകര്യമില്ല, സമയമില്ല, വാച്ചില്ല. സമയമൊക്കെ അറിയണമെങ്കിൽ പണ്ട് കാലത്ത്. അപ്പോൾ മാക്സിമം പറ്റാവുന്നത് എലിമിനേഷൻ വഴി ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും അറിഞ്ഞൂടാതെ കറക്കി കുത്തിയ ആൾക്കാരുണ്ട്, അതെല്ലാം വെടിയിലായിപ്പോയി. ഓക്കെ, അപ്പൊ ഞാൻ മാർക്ക് സർവേ പുറത്തുവിടാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മാർക്ക് സർവേ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. 60 മാർക്കിന് താഴെ 69.35% ഉദ്യോഗാർത്ഥികളാണ്. ഇത് ഏകദേശം 2800ഓളം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എടുത്ത സർവേ ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വളരെ പ്രധാനമാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒക്കെ നോക്കിയപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കുട്ടികൾ
60 താഴെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 60 താഴെയുള്ള കുട്ടികളുടെ എണ്ണം ശതമാന കണക്കിൽ കുറഞ്ഞിരിക്കുകയാണ്. 69.35%. എന്നാൽ 60-നും 65-നും ഇടയിൽ, അല്ലേ, അതായത് 60-ഓ 65-നും ഇടയിലുള്ള കുട്ടികൾ 16.35%. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിയാലും 5 മുതൽ 6 ചോദ്യങ്ങൾ വരെ ഡിലീഷൻ ചെയ്യപ്പെട്ട് പോവാറുണ്ട്. അതൊരു സ്ഥിരം പരിപാടിയാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 60-നും 65-നും ഇടയിലുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ 61, 62 ആ റേഞ്ച് മാർക്കാണ്. കൂടുതൽ 75-80% അവരെല്ലാവരും ഈ ഡിലീഷൻ കഴിയുമ്പോൾ പടക്കോ എന്ന് പറഞ്ഞ 60-ന് താഴെ വന്ന് കിടക്കും. 60-ന് താഴെ വന്ന് കിടക്കും. അന്നേരം ഫൈനൽ കീ വന്നതിന് ശേഷം നിങ്ങൾ എത്ര പേര് 60-ന് താഴെ ഉണ്ട് എന്ന് ഒന്ന് ഊഹിച്ചു നോക്കിയേ. ഒരുപക്ഷെ ഈ പറയുന്ന 69-ഉം 16-ഉം എല്ലാം കൂടെ ചേർത്ത് 85% ഉദ്യോഗാർത്ഥികൾ താഴെ വന്ന് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നിന്ന് കുറെ പേരൊക്കെ രക്ഷപ്പെട്ട് 60-ന് മേലെ തന്നെ നിൽക്കുമെങ്കിലും ഏകദേശം ഒരു 75-78 റേഞ്ചിലുള്ള കുട്ടികൾ 60-ന് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്പർ ഓഫ് ഡിലീഷൻസ് വരുമ്പോഴാണ് നമുക്ക് അതിലൊന്നും പറയാനും പിടിക്കാനും പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ 60-ന് 65-ന് ഇടയിൽ വന്ന കുട്ടികൾക്കും നെഗറ്റീവ് മൂലമാണ് അവർ ആ ഒരു റേഞ്ചിലേക്ക് വന്നപ്പെട്ടത്. അവർക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ പോലും തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളുടെ മാനസികാവസ്ഥ പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ താഴ്ത്തി കാണാനോ ഒന്നും പാടില്ല. പരീക്ഷ കഴിഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് ഇതാണ് ശരി ഉത്തരം എന്ന് വേണമെങ്കിൽ പറയാം. അതേ അവസ്ഥ ആയിരിക്കത്തില്ല അവന്. ഇപ്പൊ നമ്മൾ പരീക്ഷ കഴിഞ്ഞ് ബസ്സിൽ കയറുന്നു, പരീക്ഷ കഴിഞ്ഞ് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തുന്നു, അതിനിടയിൽ തന്നെ 2 ചോദ്യങ്ങൾ തെറ്റുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് 3-4 ചോദ്യങ്ങളും കൂടി എഴുതിയതാണ് തെറ്റാണെന്ന് മനസ്സിലാവുന്നു. ബസ്സിൽ കയറുമ്പോൾ ഉണ്ട് പടപടാ അടിക്കടി ഇങ്ങനെ ചോദ്യങ്ങൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയെന്ന് വിചാരിച്ച് കുത്തിയതെല്ലാം പൊട്ടത്തെറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ കുട്ടികളും ഭയങ്കര നിരാശ തോന്നുന്ന കുട്ടികളൊക്കെ വീടെത്തുന്നതിന് മുന്നേ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വലിച്ചു കീറി കളയും വഴിയിൽ. അങ്ങനെ എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വഴികളിൽ നിന്ന് കിട്ടുന്നുണ്ടാവും PSC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം, അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, മനസ്സിലായോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും, ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ടാണ് കേട്ടോ. അപ്പോ ഇതാണ് വരുന്നത്. ഇനി 65-നും 70-നും ഇടയിലുള്ള കുട്ടികൾ 6%. 70-നും 75-നും ഇടയിൽ 5.25%. നല്ല കണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 65-നും 75-നും ഇടയിൽ ഇത്രയും കുട്ടികൾ, അല്ലേ, 11%-ലധികം കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്ന ചില്ലറ ജില്ലയൊന്നും അല്ല. തൃശ്ശൂരിലെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. നല്ല ഹെവി കോമ്പറ്റീഷനാണ്. 75-നും 80-നും ഇടയിൽ 2.65%, 80-ന് മേലെ 0.4%. 80-ന് മേലെയുള്ള കുട്ടികൾ വളരെ കുറവാണ്. 80-ന് മേലെയൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ച് പേരൊക്കെ താഴെ പോകും. ഡിലീഷൻ എല്ലാവർക്കും ബാധകമാണ്. ഡിലീഷൻ എന്ന് പറയുന്ന സംഗതി ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിരിക്കുന്ന കുട്ടിക്കാണ് മാർക്ക് കുറയുന്നത്. ഏറ്റവും കുറവ് മാർക്കുള്ളവന് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ല. ഏറ്റവും കൂടിയ മാർക്കുള്ളവർക്കാണ് ഈ ഡിലീഷൻ. ശരി ഉത്തരങ്ങൾ വരെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നല്ല മാർക്കുള്ളവർ കുറയും, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് പത്തനംതിട്ടയും. കാസർഗോഡ് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്ക് സർവേ ഞാൻ എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നൽകിയേക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്ന് തൂക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തൃശ്ശൂരിനെ വെച്ചൊരു കാര്യം പറയട്ടെ. തൃശ്ശൂർ എന്ന് പറയുന്നത് നല്ല ഹെവി കോമ്പറ്റീഷൻ ഉള്ള ഒരു ജില്ലയാണ്. എറണാകുളം ജില്ലയെക്കാളും ടഫ് എന്ന് പറയാം. നല്ല ഓഫ്ലൈൻ സെന്ററിലൊക്കെ പോയി പഠിച്ച് കുത്തിയിരുന്ന് കമ്പനി സ്റ്റഡി ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ തൃശ്ശൂര്. കുറച്ച് പിള്ളേർ പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് വന്നിട്ടുണ്ട്, അല്ലേ, പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ അതർ ജില്ലയിലുള്ള കുട്ടികൾ പോലും ഒരുപക്ഷെ തൃശ്ശൂർ ഓപ്റ്റ് ചെയ്യുന്നിരിക്കും. കാരണം ഓക്കെ, പാലക്കാടൊക്കെ പറയണ്ട. തൃശ്ശൂരൊക്കെ വെച്ച് നോക്കുമ്പോൾ പാലക്കാട് ഹെവിയാണ്.
സൂചി കുത്താൻ സ്ഥലം കിട്ടത്തില്ല റാങ്കിന്. മനസ്സിലായോ? അതുകൊണ്ട് കുറച്ച് പേരൊക്കെ പേടിച്ച് തൃശ്ശൂരിൽ പരീക്ഷ എഴുതാൻ വന്നേക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കറണ്ട് അഫെയർ ചോദ്യങ്ങൾ കുറയുന്നതിനനുസരിച്ച് പരീക്ഷകളിൽ GK വിഭാഗത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ GK വിഭാഗത്തിലെ ചോദ്യങ്ങൾ കൂടുകയാണ്. കറണ്ട് അഫെയർ കൂടിയാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്കോറും കൂടും. കാരണം ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരം ടപ്പേന്ന് പറഞ്ഞ് തീർക്കാം. മറ്റത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വായിച്ചെടുക്കണം. ഒരുപാട് പേപ്പേഴ്സ് ഉള്ളപ്പോൾ ഒരുപാട് എഴുതി തീർക്കാനുണ്ടല്ലോ എന്നുള്ള ചിന്ത. അതിനിടയിൽ ഏതെങ്കിലും ഒരു മാത്സോ അല്ല റീസണിങ്ങിലെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ടെൻഷൻ ഓർത്ത് ബാക്കിയുള്ളത് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ അത് കളയാം. ടു ബി ഫ്രാങ്ക്, നമുക്ക് കിട്ടാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ചോദ്യങ്ങളൊക്കെ അങ്ങ് വിട്ടുകളയാം. മനസ്സിലായോ? എന്നിട്ട് നമുക്കറിയാവുന്ന ചോദ്യങ്ങളെ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ഓയന്മാരെ മാർക്ക് ചെയ്യാം. അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതുന്ന ഒരു കുട്ടിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ വരുന്ന എക്സാംസിനൊക്കെ അത്യാവശ്യം നിങ്ങൾ വിചാരിച്ച ഒരു 65, 75 റേഞ്ചിലൊക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ. വീട്ടിൽ വന്നിരുന്ന് നോക്കുമ്പോൾ എനിക്ക് പറ്റുമായിരുന്നല്ലോ, ഞാൻ കൊണ്ട് കളഞ്ഞില്ലെന്ന് തോന്നും. അപ്പോൾ വീട്ടിലുള്ള മാനസികാവസ്ഥ മാക്സിമം സ്ട്രെസ് ഫ്രീ ആണ്. അതേ ഒരു മാനസികാവസ്ഥ എക്സാം ഹോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും പരാജയപ്പെട്ട് പോകാറുണ്ട്. എന്നാൽ മാക്സിമം നമുക്ക് സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ അറിയണം. അതിനു വേണ്ടിയിട്ട് പ്രാരംഭഘട്ടം മുതൽ, പഠനം തുടങ്ങുന്ന സമയം മുതലേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ഞാൻ സ്ട്രെസ് എടുക്കത്തില്ല. സ്ട്രെസ് എടുത്തുള്ള പഠനവും ഒഴിവാക്കണം. കൂടുതൽ ചോദ്യപേപ്പറുകൾ ചെയ്യണം. അപ്പൊ ചോദ്യങ്ങളോടുള്ള പേടി, ഭയം അങ്ങ് ഒഴിവാകും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ എലിമിനേഷനിലൂടെ ചെയ്യുന്ന മെത്തേഡുകൾ മനസ്സിലാക്കണം. ചോദ്യപേപ്പറിൽ ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. അത്തരത്തിലുള്ള ഗൈഡൻസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയും ഞാൻ നൽകുന്നുണ്ട്, നമ്മുടെ പുതിയ കോഴ്സുകളിലൂടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കാം. എന്നാലും ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുത്താലും നിങ്ങൾ കട്ട് ഓഫ് കിടന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കും, ജോലിയും കിട്ടും. അപ്പോൾ മനസ്സിലാക്കണം, ഇനിയെങ്കിലും കറക്കിക്കുത്തൽ അല്ലെങ്കിൽ നെഗറ്റീവുകളുടെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ വീണ്ടും പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ മനം എടുത്തിട്ട് കളഞ്ഞിട്ട് പോകേണ്ടി വരും. ആ ഒരു സാഹചര്യം ഉണ്ടാവരുത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. കറണ്ട് അഫെയർ ചോദ്യങ്ങൾക്കായിട്ട് കയറി വന്നു. അടുത്തുള്ള പരീക്ഷകൾക്ക് ആവർത്തിക്കപ്പെടും, ഉറപ്പ്.